ആദിയോടന്തം ആരാധകരെ ആകാംക്ഷയോടെ മുൾമുനയിൽ നിർത്തിയ മത്സരത്തിനൊടുവിൽ കൊളംബിയയെ എതിരില്ലാത്ത ഒരു ഗോളിന് തകർത്ത് അർജന്റീനയ്ക്ക് 16ാം കോപ്പ അമേരിക്ക കിരീടം. എക്സ്ട്രാ ടൈമിൽ ലൗട്ടാറോ മാർട്ടിനസ് നേടിയ ഗോളിലാണ് അർജന്റീന വിജയം പിടിച്ചെടുത്തത്. അർജന്റീനയുടെ പെരുമയെ ഒട്ടും പേടിക്കാതെ പോരാടിയ കൊളംബിയ അവസാന മിനിറ്റ് വരെ പൊരുതിയ ശേഷമാണ് കീഴടങ്ങിയത്. അർജന്റീനയുടെ ആക്രമണത്തോടെയാണ് ഇന്ന് മത്സരം ആരംഭിച്ചത്. അൽവാരസിൻ്റെ ഗോൾ ശ്രമം പോസ്റ്റിന് വെളിയിലേക്കാണ് പോയത്. പതിയെ കൊളംബിയ മത്സരത്തിൽ ആധിപത്യം സ്ഥാപിച്ചു. ആദ്യ 10 മിനിറ്റിൽ തന്നെ 3 തവണ ഗോളിനടുത്തെത്താനും അവർക്ക് കഴിഞ്ഞിരുന്നു. തുടർന്ന് ഇരു ടീമുകളും ഇരു ഗോൾ മുഖത്തേക്ക് മികച്ച മുന്നേറ്റങ്ങളാണ് നടത്തിയത്. 35ാം മിനിറ്റിൽ മെസ്സിക്ക് പരിക്കേറ്റെങ്കിലും കളിക്കളത്തിൽ തുടരുകയായിരുന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിലും കൊളംബിയ മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്. 58ാം മിനിറ്റിൽ ഏഞ്ചൽ ഡിമരിയയുടെ ഗോൾ ശ്രമം ഗോൾ കീപ്പർ സേവ് ചെയ്തു. തുടർന്ന് 65ാം മിനിറ്റിൽ മെസ്സിക്ക് പരിക്കേറ്റ് പുറത്തേക്ക് പോകേണ്ടി വന്നു. മെസ്സി കരഞ്ഞും കൊണ്ട് മടങ്ങിയത് ആരാധകരെ സങ്കടപ്പെടുത്തുന്ന കാഴ്ച തന്നെയായിരുന്നു. കൊളംബിയ പരിക്കനടവുകൾ പുറത്തെടുത്തോടെ മത്സരത്തിൽ വീറും വാശിയുമേറി. 76ാം മിനിറ്റിൽ അർജന്റീനയ്ക്കായി നിക്കോളസ് ഗോൺസാലസ് സ്കോർ ചെയ്തെങ്കിലും ഓഫ് സൈഡ് വിളിച്ചിരുന്നു. നിശ്ചിത സമയത്തും മത്സരം ഗോൾരഹിതമായതിനെ തുടർന്ന് എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. 95ാം മിനിറ്റിൽ നിക്കോളസ് ഗോൺസാലസിൻ്റെ ഗോളെന്നുറപ്പിച്ച ഷോട്ട് കൊളംബിയൻ ഗോൾ കീപ്പർ സേവ് ചെയ്തു. എന്നാൽ 112ാം മിനിറ്റിൽ അർജന്റീനയ്ക്കായി ലൗട്ടാറോ മാർട്ടിനസ് വിജയ ഗോൾ നേടി. എക്സ്ട്രാ ടൈമിലായിരുന്നു പകരക്കാരനായി മാർട്ടിനസ് ഇറങ്ങിയത്. പിന്നീട് ഗോൾ തിരിച്ചടിക്കാനായി കൊളംബിയ കഠിനാധ്വാനം ചെയ്തെങ്കിലും നന്നായി പ്രതിരോധിച്ച് അർജന്റീന കിരീടം ഉറപ്പാക്കി. ഇന്നത്തെ വിജയത്തോടെ കരിയറിൽ 45 കിരീടമെന്ന നേട്ടം സ്വന്തമാക്കാനും മെസ്സിക്ക് കഴിഞ്ഞു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.